കണക്ഷൻ സ്കീം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമുക്ക് ഏതെല്ലാം രീതിയിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് 3 രീതിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ കണക്ഷൻ കൊടുക്കാറ്. റേഡിയൽ സിസ്റ്റം, റിംഗ് മെയിൻ സിസ്റ്റം, ഇൻ്റർ കണക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ ഈ 3നെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റേഡിയൽ സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ് വരുന്നത്, എന്താണ് റിംഗ് മെയിൻ സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ് ഇൻ്റർ കണക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പോകുന്ന ഏതിലേക്കാണ്? റേഡിയൽ സിസ്റ്റത്തിലേക്കാണ്. അപ്പോൾ റേഡിയൽ സിസ്റ്റത്തിൻ്റെ ഫിഗറാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട്? ഒരു സബ്സ്റ്റേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സബ്സ്റ്റേഷനിൽ നിന്ന് എന്താണ് 3 ഫീഡറുകൾ പോകുന്നുണ്ട്. ഒരു സബ്സ്റ്റേഷൻ കാണുന്നുണ്ട്, 3 ഫീഡറുകൾ ആ സബ്സ്റ്റേഷനിൽ നിന്ന് പോകുന്നുണ്ട്. അതേപോലെ ഒരു ഫീഡറിൽ നിന്ന് എന്ത് കൊടുക്കുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഇടയ്ക്കായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഗറിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? സബ്സ്റ്റേഷൻ കാണുന്നുണ്ട്, ഫീഡറുകൾ കാണുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ കാണുന്നുണ്ട്. ഇതെന്താണ്? സർവീസ് മെയിനാണ്. ഈ ലോഡ് നമ്മൾ കണക്ഷൻ കൊടുത്തത് സർവീസ് മെയിനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് ഫീഡർ, എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ, എന്താണ് സർവീസ് മെയിൻ എന്നുള്ളത്. അപ്പോൾ ഒരു റേഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റേഷൻ ഉണ്ടാവും. ആ സബ്സ്റ്റേഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫീഡറുകൾ കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ ഫീഡർ ഒരൊറ്റ സബ്സ്റ്റേഷനുമായിട്ട് മാത്രമേ കണക്ഷൻ ആവുന്നുള്ളൂ. ഒരു ഫീഡർ ഉണ്ട്, ആ ഫീഡർ എന്താണ്? ഒരു സബ്സ്റ്റേഷൻ മാത്രമായിട്ടേ കണക്ഷൻ കൊടുക്കുന്നു. ഒരു സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ മാത്രമായിട്ടേ കണക്ഷൻ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ 3 ഫീഡറുകളുണ്ട്. ആ 3 ഫീഡറുകൾ എന്താണ്? ഒരൊറ്റ സബ്സ്റ്റേഷൻ മാത്രമായിട്ടേ കണക്ഷൻ കൊടുക്കുന്നുള്ളൂ. ഈ ഫീഡർ എന്താണ്? ഈ ഒരു ഫീഡർ ഈ ഒരു സബ്സ്റ്റേഷൻ മാത്രമായിട്ടേ കണക്ഷൻ കൊടുക്കുന്നുള്ളൂ. അതേപോലെ ഈ ഒരു ഫീഡർ എന്താണ്? ഈ ഒരു സബ്സ്റ്റേഷൻ ആയിട്ടേ കണക്ഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ്? ഫീഡർ എന്നുള്ളത് ഒരു സബ്സ്റ്റേഷനുമായി മാത്രമാണ് കണക്ഷൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളത് എന്താണ്? ഒരു ഫീഡറുമായി മാത്രമാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളത് ഒരു ഫീഡറുമായി മാത്രമാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഈ ടൈപ്പ് ഇതിനെ നമ്മൾ എന്ത് പറയും? ഈ ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ റേഡിയൽ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫീഡറും ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടറും ഉണ്ടാവും. ഫീഡർ എന്നുള്ളത് ഒരൊറ്റ സബ്സ്റ്റേഷനുമായിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. അതേപോലെ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളത് ഒരൊറ്റ ഫീഡറുമായിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ആ ടൈപ്പിനെ നമ്മൾ എന്ത് പറയും? റേഡിയൽ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഫീഡർ എന്നുള്ളത് ഒരു സബ്സ്റ്റേഷനുമായിട്ടും ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളത് ഒരു ഫീഡറുമായിട്ടും മാത്രമേ കണക്ഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഈ ടൈപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ, ഈ റേഡിയൽ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെ നമുക്ക് പറയാം? ഇനീഷ്യൽ കോസ്റ്റ് മിനിമം ആണെന്ന് പറയാം. കാരണം എന്താണ്? ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. അപ്പോൾ 2 പോയിൻ്റ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടി. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ സിമ്പിളാണ്. അതേപോലെ തന്നെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവാണ്. അപ്പോൾ റേഡിയൽ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ് സിമ്പിളാണ്, ഇനീഷ്യൽ കോസ്റ്റ് കുറവാണ്. ഇനി ഈ റേഡിയൽ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തെന്നെല്ലാമാണ് ചോദിച്ചാൽ, ഈ റേഡിയൽ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാൽ ഈ ഫീഡറിന് അടുത്തുള്ള ലോഡിന് എന്തായിരിക്കും? ഹെവിലി ലോഡഡ് ആയിരിക്കും. ഫീഡറിന് അടുത്തുള്ള കൺസ്യൂമറിന് ഹെവിലി ലോഡഡ് ആയിരിക്കും. കാരണം ഇതിനപ്പുറത്തേക്കൊക്കെ എന്തുണ്ട്? ലോഡുണ്ട്. ഈ ലോഡ് എല്ലാം എടുക്കുന്ന കറണ്ട് ഏതിലൂടെയാണ് പോകുന്നത്? ഈ ഭാഗത്തിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഫീഡറിന് എടുത്തു നിൽക്കുന്ന കൺസ്യൂമറിന് എന്തായിരിക്കും? ഹെവിലി ലോഡഡ് ആയിരിക്കും. നിയറസ്റ്റ് ടു ദ ഫീഡിങ് എൻഡ് വുഡ് ബി ഹെവിലി ലോഡഡ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ എന്തുണ്ടായിരിക്കും? അവസാനം നിൽക്കുന്ന ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അവസാനം നിൽക്കുന്ന ലോഡിന് അല്ലെങ്കിൽ കൺസ്യൂമർക്ക് എന്തായിരിക്കും? വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ അനുഭവപ്പെടും. കാരണം ഈ ലോഡുകളെല്ലാം എടുത്തതിന് ശേഷമായിരിക്കും എന്ത് വരിക? അവസാന ലോഡിന് വോൾട്ടേജ് കിട്ടുക. അപ്പോൾ എന്തായിരിക്കും? ഹെവിലി വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്തിനുണ്ടായിരിക്കും? അവസാന കൺസ്യൂമറിനുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഈ റേഡിയൽ സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ത്? ഈ സിസ്റ്റത്തിൽ ഒരു ഫീഡറിൻ്റെ അവിടെ ഫാൾട്ട് വന്നാൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അവിടെ ഫാൾട്ട് വന്നാൽ, എവിടെയെങ്കിലും എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ് സിസ്റ്റവും എന്ത് ചെയ്യും? ഓഫായി പോകും. അല്ലെങ്കിൽ ആ ഓഫാക്കി നമ്മൾ നന്നാക്കേണ്ടി വരും.
ഓക്കെ, അപ്പോൾ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടില്ല, സപ്ലൈ കിട്ടില്ല. അല്ലെങ്കിൽ സപ്ലൈ എപ്പോഴും ഇൻറ്ററപ്റ്റ് ആവാനുള്ള പോസിബിലിറ്റി എന്താണ്, കൂടുതലാണ്. ഏതെങ്കിലും ഭാഗത്ത്, ഇനിയിപ്പോൾ ഈ ട്രാൻസ്ഫോമറിന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഫീഡറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നാൽ എന്തായിരിക്കും, എല്ലാ കൺസ്യൂമറിനും അല്ലെങ്കിൽ ഈ ഫീഡറുമായി ബന്ധപ്പെട്ട എല്ലാ കൺസ്യൂമറിനും എന്തായിരിക്കും, സപ്ലൈ നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുമാണ് ഇതിന് മെയിനായിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജുകളും അഡ്വാൻറ്റേജുകളും. അപ്പോൾ റേഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്സ്റ്റേഷനുമായിട്ട്, ഫീഡർ എന്നുള്ളത് ഒരു സബ്സ്റ്റേഷനുമായിട്ടാവും കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവുക. ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളത് ഒരു ഫീഡറുമായിട്ടാണ് കണക്ഷൻ കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ടൈപ്പിനെ നമ്മൾ റേഡിയൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു. അതേപോലെ റേഡിയൽ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, നമ്മൾ പറഞ്ഞു സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ എന്താണ്, ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. ഈ സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ലോ ആണ് എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റമൊക്കെ ഏതായിരിക്കും, റേഡിയൽ സിസ്റ്റമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ ഉപയോഗിക്കുന്ന ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്നുള്ളത് ലോ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, റേഡിയൽ സിസ്റ്റം ഉപയോഗിക്കും. അതേപോലെ തന്നെ ഈ സബ്സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ദ ലോഡ് ആണെങ്കിൽ, ലോഡിൻ്റെ എല്ലാം സെൻട്രലാണെങ്കിലും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ റേഡിയൽ സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താ ചെയ്യുക, നമുക്ക് ഓരോ ഭാഗത്തേക്ക് ഫീഡറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ 2 സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ഈ റേഡിയൽ സിസ്റ്റം ഉപയോഗിക്കാറ്. ലോ വോൾട്ടേജ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതേപോലെ തന്നെ ഈ സബ്സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ദ ലോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കും, റേഡിയൽ സിസ്റ്റം ഉപയോഗിക്കും. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ രണ്ടാമത് നമുക്ക് പറയുന്നൊരു സ്കീമാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ് എന്ത്, റിംഗ് മെയിൻ സിസ്റ്റം എന്നുള്ളത്. ഇപ്പോൾ റിംഗ് മെയിൻ സിസ്റ്റത്തിൻ്റെ ഫിഗറാണ് നമുക്ക് കാണുന്നത്. ഇതിലെന്തെല്ലാമാണ് ഉള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്തുണ്ട്, ഒരു സബ്സ്റ്റേഷൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ലോഡ്സ് സർവീസ് മെയിൻസുകൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, ഒരു കംപ്ലീറ്റ് റിങ് കാണുന്നുണ്ട്, പ്രൈമറി റിങ് അല്ലെങ്കിൽ ഒരു ഫീഡറിൻ്റെ ഒരു കണക്ഷനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പ്രൈമറി റിങ്ങിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഒരു ഫീഡറിൻ്റെ കണക്ഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ്, ഈ ഫീഡർ ബി സി ഡി എ ബി എന്നുള്ള രീതിയിൽ ഒരു റിങ് പോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം, ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് സപ്ലൈ കിട്ടുന്നത് എന്ത് വഴിയാണ്, 2 ഫീഡറുകൾ വഴിയാണ് എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ നമുക്ക് എന്ത് പറയാം, റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഡിസ്ട്രിബ്യൂട്ടറിന് എന്ത് കിട്ടുന്നുണ്ട്, ഈ ഒരു ഫീഡർ വഴിയും സപ്ലൈ കിട്ടുന്നുണ്ട്. അതേപോലെ എന്താണ്, ഈ ഒരു ഫീഡർ വഴിയും സപ്ലൈ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 2 ഫീഡറുകൾ വഴി ഈ ഫീഡറിലേക്ക് സപ്ലൈ കിട്ടുന്നുണ്ടെന്ന് പറയാം. അതേപോലെ എല്ലാ ഫീഡറിലേക്കും, ഈ ഫീഡറിലേക്കാണെങ്കിലും എന്താണ്, ഇവിടെ കൊടുത്ത ഫീഡറിലേക്കാണെങ്കിലും ഈ വഴിയും സപ്ലൈ വരും, ഈ വഴിയും സപ്ലൈ വരും. അപ്പോൾ എന്താണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് അല്ലെങ്കിൽ എല്ലാ ഡിസ്ട്രിബ്യൂട്ടറിനും 2 ഫീഡറുകൾ വഴി സപ്ലൈ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്കീമിനെ നമുക്ക് എന്ത് പറയാം, റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു റിംഗ് ആണ്. ഈ റിംഗ് പോലെ കണക്ഷൻ കൊടുത്തിട്ടാണ് എന്ത് കിട്ടുന്നത്, ഡിസ്ട്രിബ്യൂട്ടറിന് സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, നമ്മൾ പറഞ്ഞ എന്താണ്, ഫീഡറിൽ നിന്ന് തന്നെ വോൾട്ടേജ് 2ആയി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു റേഡിയൽ സിസ്റ്റത്തിലുണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ്റെ പ്രോബ്ലം എന്നുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിസ്റ്റത്തിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിസ്റ്റവും എന്താവും, ഷട്ട് ഡൗൺ ആവും അല്ലെങ്കിൽ സപ്ലൈ ഇൻറ്ററപ്റ്റ് ആവും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കേസിൽ നമ്മൾ റിംഗ് മെയിൻ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും, ഈ സിസ്റ്റം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഫീഡർ വഴി സിയിലേക്കും കറണ്ട് കിട്ടും, ഈ ഫീഡർ വഴി ഡിയിലേക്കും കറണ്ട് കിട്ടും. നമുക്ക് എന്ത് വരുന്നില്ല, സപ്ലൈക്ക് അവിടെ ഇൻറ്ററപ്റ്റ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ റിംഗ് മെയിൻ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്, ഇൻ കേസ് എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻറ്ററപ്റ്റ്, ഫീഡറിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറുകൾ വന്നാൽ പോലും എന്ത് ചെയ്യും, മറ്റ് ഫീഡർ വഴി അല്ലെങ്കിൽ ഫീഡറിൻ്റെ ഒരു ഭാഗം നമ്മൾ ഐസൊലേറ്റ് ചെയ്താൽ പോലും ബാക്കി ഭാഗത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്ലൈ എത്തിക്കാൻ പറ്റുമെന്നുള്ളത് എന്താണ്, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു സബ്സ്റ്റേഷൻ ഉണ്ടായിരിക്കും. സബ്സ്റ്റേഷനിൽ നിന്ന് ഫീഡർ എങ്ങനെയാണ്, ഒരു റിങ് പോലെ കണക്ഷൻ കൊടുത്തതിന് ശേഷം
ആ റിങ്ങിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സപ്ലൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ. അവസാനമായി പറയുന്നതിനാണ് ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം എന്നുള്ളത്. ഇൻ്റർ കണക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളത്, അതായത് ഒരു റിംഗ് മെയിൻ സിസ്റ്റത്തിൻ്റെ ഒന്നും കൂടി ഇംപ്രൂവ്ഡ് ആയ വേർഷനാണ് എന്ത്? ഈ ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം എന്നുള്ളത്. ഈ സിസ്റ്റത്തിൽ എന്താണ്? റിംഗ് മെയിൻ സിസ്റ്റത്തിൽ നമ്മൾ ഒരൊറ്റ സബ്സ്റ്റേഷനാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ റിംഗ് മെയിൻ സിസ്റ്റത്തിൽ എന്താണ്? 2 സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ 2 ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്തിലേക്ക് സപ്ലൈ കൊടുക്കും? ആ റിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ആ റിങ്ങിലേക്ക് എത്ര സപ്ലൈ കൊടുക്കുന്നു? 2 കണക്ഷൻ, 2 സബ്സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ 2 ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് സപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, റിങ്ങിലേക്ക് 2 ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് സപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പിനെ നമ്മൾ എന്ത് പറയും? ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? 2 എന്നല്ല, 2ഓ അതിലധികമോ സപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനെന്ത് പറയാം? ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയാം. 2 or more ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ആ റിങ് എനർജൈസ് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പിനെ നമുക്ക് എന്ത് പറയാം? ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, 2 സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. അവ എന്ത് ചെയ്യുന്നു? ആ റിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കുന്നു. റിങ് ഉണ്ട്, ആ റിങ്ങിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സപ്ലൈ എടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ എന്താണ്? നമുക്ക് റിംഗ് മെയിൻ സിസ്റ്റം പറഞ്ഞതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫോൾട്ട് വന്നാലും എന്ത് ചെയ്യും? മറ്റു ഭാഗത്ത് നിന്ന് നമുക്ക് സപ്ലൈ കിട്ടും. അതേപോലെ തന്നെ ഓവർലോഡ് അല്ലെങ്കിൽ പീക്ക് ലോഡ് ടൈമിലൊക്കെ എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഈ 2 ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ ലോഡുകളും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ലോഡ് ഫാക്ടർ, എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ ഇൻക്രീസ് ചെയ്യാം? ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും.